പരിചയപ്പെടുത്തുന്നത് ഒരു സ്പെഷ്യൽ അച്ചാറാണ്. ചെറുനാരങ്ങയും ഈന്തപ്പഴവും ചേർത്തിട്ടുള്ള ഒരു സ്പെഷ്യൽ അച്ചാർ. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യമായിട്ട് വേണ്ടത് ചെറുനാരങ്ങയാണ്. ചെറുനാരങ്ങ ദേ കാണുന്ന ഷേപ്പിൽ അരിഞ്ഞ് ഉപ്പും മഞ്ഞളും ചേർത്ത് കുറച്ചു നേരം മാറ്റി വയ്ക്കണം. നെക്സ്റ്റ് വേണ്ടത് ഈത്തപ്പഴമാണ്. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്. പിന്നെ ഉലുവയും കായവും വേണം. പിന്നെ വേണ്ടതാണ് മുളക് പൊടി, അത് കുറച്ചധികം വേണം. പിന്നെ വേണ്ടത് മല്ലിപ്പൊടി. പിന്നെ വേണ്ടതാണ് നല്ലെണ്ണ. അച്ചാറുണ്ടാക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഉലുവയും കായയും മൂപ്പിച്ച് പൊടിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് ഉലുവയും കായവും ചേർത്ത് അത് മൂപ്പിച്ചെടുക്കുക. ഇനി മൂപ്പിച്ച ഉലുവയും കായവും അരിപ്പി ഉപയോഗിച്ച് അരിച്ചു മാറ്റി അതിനി ക്രഷ് ചെയ്തെടുക്കുകയാണ് അടുത്ത് ചെയ്യേണ്ടത്. ഇത് മിക്സിയുടെ ചെറിയ ജാറിൽ നമ്മളത് അരച്ചെടുത്തു. ഇനി ഇത് മാറ്റി വയ്ക്കുക. ഇനിയാണ് അച്ചാറിൻ്റെ മെയിൻ സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചട്ടിയിലോട്ട് നല്ലെണ്ണ ഒഴിക്കുക. അതിലേക്ക് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് വേപ്പില ചേർക്കുക. വേപ്പില ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ചേർക്കുക. വെളുത്തുള്ളി കുറച്ച് മൂപ്പിക്കണം കേട്ടോ. മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് മല്ലിപ്പൊടി ചേർക്കുക. മല്ലിപ്പൊടി ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവയും കായവും ചേർക്കുക. അത് കഴിഞ്ഞ് അടുത്ത് ചേർക്കേണ്ടതാണ് നമ്മുടെ മുളക് പൊടി. മുളക് പൊടി ഒരുപാട് കരിയിച്ച് കളയരുത്, ജസ്റ്റ് ഒന്ന് ഇളക്കി നിർത്തുക. എന്നിട്ട് തിരി ഒന്ന് ചുരുക്കിയതിന് ശേഷം നേരത്തെ ഉപ്പിലിട്ട് വെച്ചിട്ടുള്ള നാരങ്ങ ചേർക്കുക. ഇത് കുറച്ച് നേരം നമ്മളൊന്ന് വേവിക്കാൻ വെക്കണം. നാരങ്ങ ആ ചൂടത്തിരുന്ന് ഒന്ന് ചെറുതായിട്ട് വേവിക്കണം. ഒരുപാട് വേവിക്കേണ്ട, ഒരു 5-6 മിനിറ്റ് വേവിക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മുടെ ഈത്തപ്പഴം ആഡ് ചെയ്യുക. ഈത്തപ്പഴം ആഡ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് സ്റ്റൗ ഓഫാക്കാം. നമ്മുടെ അച്ചാർ റെഡിയായി കഴിഞ്ഞു. ഇതേ നമ്മുടെ അച്ചാർ റെഡിയായി. ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഭയങ്കര ടേസ്റ്റിയാണ്. ഓക്കെ, താങ്ക് യു.